ഒരു റിക്രൂട്ടർ ഒരു വേക്കൻസിക്ക് വേണ്ടി ലിങ്ക്ഡിനിൽ ഒരു കാൻഡിഡേറ്റിനെ തപ്പുകയാണ്, അല്ലെങ്കിൽ സേ ഒരു ക്ലയൻറ്റ് ഒരു പെർട്ടിക്കുലർ സർവീസിന് വേണ്ടി ഫ്രീലാൻസറിനെ ലിങ്ക്ഡിനിൽ തപ്പുകയാണ്. ആൻഡ് നിങ്ങളുടെ പ്രൊഫൈൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഡു യു റിയലി തിങ്ക് യു വിൽ ഗെറ്റ് ദിസ് ഓപ്പർച്യൂണിറ്റി? ഇല്ല അല്ലേ? നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ഒരിക്കലും വരാതിരിക്കാനാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? വെൽക്കം ബാക്ക്. ഐ എം Aswathy Ushus. I am a personal branding strategist and a social media marketer. I am one of the top 1% favicon LinkedIn creators in India. Before we start the video, എന്താണ് ഒപ്റ്റിമൈസേഷൻ? Optimization involves identifying areas of improvement and making strategic changes to achieve better results. That's clear. Now, എന്തിനാണ് ഒപ്റ്റിമൈസേഷൻ? നമ്പർ 1 തിങ് ഇസ് വിസിബിലിറ്റി ആൻഡ് സെർച്ചബിലിറ്റി. ഒപ്റ്റിമൈസേഷൻ എന്നുള്ള വേർഡ് എന്തായാലും ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് കേട്ടിട്ടുണ്ടാവും അല്ലേ? SEO എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ട് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ. സോ SEO എന്ന് പറഞ്ഞാൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ആണ്. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിൻ, സേ ഒരു ഗൂഗിൾ അല്ലെങ്കിൽ യൂട്യൂബ് അല്ലെങ്കിൽ ലിങ്ക്ഡിൻ, നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്ന സെർച്ച് ടാബുള്ള സെർച്ച് ബാറുള്ള എല്ലാ പ്ലാറ്റ്ഫോംസും സെർച്ച് എഞ്ചിൻസ് ആണ്. സോ സെർച്ച് എഞ്ചിനിൽ നമ്മളൊരു കീവേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ കുറേ റിസൾട്ട്സ് നമുക്ക് വരും അല്ലേ? ഈ റിസൾട്ട്സിൽ നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന പ്രൊഫൈൽ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ആ പ്രൊഡക്റ്റ്, അതിനെ നമ്മൾ മാക്സിമം നമ്മൾ മേളിലേക്ക് കൊണ്ടുവരാം. അതായത് ഹയർ സെർച്ച് റാങ്കിങ്ങിലേക്ക് കൊണ്ടുവരാം, മേളിലേക്ക് കൊണ്ടുവരാം അല്ലേ? അപ്പോൾ ആദ്യം കാണുന്ന റിസൾട്ട്സ് അല്ലേ നമ്മൾ കൂടുതലും ക്ലിക്ക് ചെയ്യാം. സോ ഇതിനെയാണ് SEO എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഒരു ക്ലയൻറ്റ് അല്ലെങ്കിൽ ഒരു ജോബ് റിക്രൂട്ടറിന് ഒരു സോഷ്യൽ മീഡിയ മാനേജറിന് ആവശ്യമുണ്ട്. സോ അവരെന്താ ചെയ്യുക? കീവേഡ് അടിക്കും. സോഷ്യൽ മീഡിയ മാനേജർ എന്നുള്ള കീവേഡ് അടിച്ച് അവർ സെർച്ച് ചെയ്ത് നോക്കും. ആൻഡ് അവിടെ സെർച്ച് റിസൾട്ട്സിൽ നിങ്ങളുടെ പ്രൊഫൈൽ എന്തായാലും മേളിൽ വരണം. അതിനാണ് നമ്മൾ ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നത്. റീസൺ ഇസ് ക്രെഡിബിലിറ്റി ആൻഡ് ഇംപ്രഷൻ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബോത്ത് ആർ വെരി ഡിഫറെൻ്റ് അല്ലേ? ഒരുപാട് ഇൻഫർമേഷൻ, ഒരുപാട് പ്രൂഫ്, എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ലുക്സ് ജെനുവിൻ, ഇറ്റ് ലുക്സ് ക്രെഡിബിൾ, ഇറ്റ് ഗീവ്സ് എ ഗുഡ് ഇംപ്രഷൻ. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഞാൻ എൻ്റെ പ്രൊഫൈൽ വെച്ചിട്ട് തന്നെയാണ് കാണിച്ചു തരുന്നത്. എൻ്റെ പ്രൊഫൈൽ കണ്ടിട്ടില്ലാത്തവർക്ക് കാണാം. ആൻഡ് ഞാൻ എന്തായാലും എൻ്റെ പ്രൊഫൈലിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. സോ നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. എൻ്റെ പ്രൊഫൈൽ ഒരു കംപ്ലീറ്റ്ലി ഒരു ഫ്രീലാൻസർ പെർസ്പെക്റ്റീവിലാണ്. സോ ഓൾ ദി ഫ്രീലാൻസേഴ്സ് ഔട്ട് ദർ യു ക്യാൻ റെഫർ മൈ പ്രൊഫൈൽ ഫോർ ഒപ്റ്റിമൈസേഷൻ. സോ ആദ്യം തന്നെ ഈ പ്രൊഫൈൽ കാണുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ഐ ഹാവ് എ ബ്രാൻഡ് തീം. യെസ്, നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു 1-2 കളേഴ്സ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് കളേഴ്സ്, ഒരു സെറ്റ് ഓഫ് ഫോൺസ്, ഒരു സെറ്റ് ഓഫ് ഡിസൈൻസ്, ഇതൊക്കെ നമ്മളൊന്ന് ഫിക്സ് ചെയ്ത് അത് തന്നെ എല്ലാ പ്ലാറ്റ്ഫോംസിലും യൂസ് ചെയ്യുന്നതിനെയാണ് ബ്രാൻഡ് തീം എന്ന് പറയുന്നത്. എല്ലാ പ്ലാറ്റ്ഫോംസിലും ഒരേപോലെ ആവാനും ആ ഒരു കളേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഓക്കെ ദിസ് ഇസ് Aswathy Ushus പോസ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കാനും പെട്ടെന്ന് ആ ഒരു ഇംപ്രഷൻ രജിസ്റ്റർ ആവാനും വേണ്ടിയിട്ടാണ് ബ്രാൻഡ് തീംസ് യൂസ് ചെയ്യുന്നത്. സോ ഓൾമോസ്റ്റ് ബിസിനസ്സുകളെല്ലാം ബ്രാൻഡ് തീംസ് യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ബ്രാൻഡ് തീം എനിക്ക് ഇൻസ്റ്റഗ്രാമിലും ലിങ്ക്ഡിനിലും വേണ്ടിയിട്ടാണ് ചൂസ് ചെയ്തത്. സോ ഈ ഒരു പെർട്ടിക്കുലർ ഫോണ്ടും അതുപോലെ ഈ ഒരു കളർ ബ്ലാക്ക് ആൻഡ് ഡാർക്ക് ബ്ലൂ, ഈ ഒരു കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. യൂട്യൂബിൽ ആ ഒരു ബ്രാൻഡിങ് ഇല്ല. ആൻഡ് അതിന് വേറൊരു റീസൺ ഉണ്ട്. ബ്രാൻഡ് തീം എന്ന് പറയുന്നത് നെസസറി ആയിട്ടുള്ള കാര്യമല്ല അൺലെസ് യു ആർ ഇൻ ടു കോണ്ടന്റ് ക്രിയേഷൻ. നിങ്ങൾ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതിപ്പോൾ ലിങ്ക്ഡിനിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങൾ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനായിട്ടൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബ്രാൻഡ് തീം വുഡ് ബി എ ഗുഡ് ഓപ്ഷൻ ഫോർ യു. ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങളെ. ഇപ്പോഴല്ല, ഒരു ലോങ് ടേമിലായിരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ പേഴ്സണൽ ബ്രാൻഡ് ഒന്നും ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ജോബ് നോക്കാനാണ് അല്ലെങ്കിൽ ക്ലയൻസിന് കിട്ടാനാണ് എന്നുള്ള ഒരൊറ്റ റീസൺ ആണെന്നുണ്ടെങ്കിൽ ബ്രാൻഡ് തീമിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല. ആദ്യം തന്നെ നമുക്ക് പ്രൊഫൈൽ പിക്ചറിൻ്റെ കാര്യം പറയാം. സോ പ്രൊഫൈൽ പിക്ചറിൽ ഹെഡ് ഷോട്ടാണ് കൊടുത്തേക്കുന്നത്. വാട്ട് ഈസ് ഹെഡ് ഷോട്ട്? ഹെഡ് ഷോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയും പിന്നെ നമ്മുടെ കഴുത്തും മേ ബി നമ്മുടെ ഷോൾഡേഴ്സ് വരെ മതി, അതിന് താഴേക്ക് വേണ്ട. നമ്മുടെ ഫേസ് ആണ് നമ്മുടെ ഐഡൻറ്റിറ്റി. അപ്പോൾ ഫേസ് സൂം ഇൻ ചെയ്തിട്ടുള്ളൊരു പിക്ചർ ആയിരിക്കുക. ആൻഡ് ഇറ്റ് ഡസൻറ്റ് റിയലി ഹാവ് ടു ബി വെരി ഫോമൽ. നമ്മൾ ലിങ്ക്ഡിനിൽ ഭയങ്കര ഫോമലായിട്ട് ഭയങ്കര ബിസിനസ് അറ്റയറിൽ കോട്ട് സൂട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന പിക്ചേഴ്സ് അത് ഭയങ്കരമായിട്ട് ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ട്. സോ അതിൻ്റെ ആവശ്യമില്ല. വേണമെങ്കിൽ സോളിഡ് കളറുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആക്കാം. സോളിഡ് കളർ ആക്കണമെന്നുണ്ടെങ്കിൽ ദർ ഇസ് എൻ അമേസിംഗ് ടൂൾ PFP മേക്കർ ഉണ്ട്. PFP മേക്കറിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാം. ആൻഡ് ഇറ്റ്സ് സോ സിമ്പിൾ ടു ഡൗൺലോഡ് ഓൾസോ. സോ ചെക്ക് ഇറ്റ് ഔട്ട്. രണ്ടാമത്തെ പാർട്ടാണ് ബാനർ. ബാനർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു പ്രൊഫൈലിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രൊഫൈൽ പിക്ചർ അല്ല, ബാനറാണ് കൂടുതൽ സ്പേസ് എടുക്കുന്നത്. ഏറ്റവും കൂടുതൽ അറ്റൻഷൻ പോകുന്നത് ബാനറിലാണ് അല്ലേ? ഹിയർ യു ഹാവ് ടു വർക്ക് റിയലി വെൽ. ഇപ്പോൾ ആദ്യം ഞാൻ ഫ്രീലാൻസേഴ്സിൻ്റെ കാര്യം പറയാം. സോ നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സർവീസ് ആവശ്യമുള്ള ക്ലയൻസ് ആണ്. അപ്പോൾ ഈ ക്ലയൻസിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ജസ്റ്റ് ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കോട്ട് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം.
നിങ്ങളുടെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പെർട്ടൈസ് കാണിക്കുന്ന എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇറ്റ് ഷുഡ് ബി അട്രാക്റ്റീവ്, അത്രയേ ഉള്ളൂ. ഓൾസോ ആഡ് എ CTA. സോ എന്ന് പറഞ്ഞാൽ കോൾ ടു ആക്ഷൻ. നമ്മുടെ പ്രൊഫൈൽ കണ്ട് ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അവർ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്, അതിനെയാണ് നമ്മൾ CTA എന്ന് പറയുന്നത്. ബാനർ ചൂസ് ചെയ്യാനായിട്ട് ക്യാൻവയിൽ ഒരുപാട് ഫ്രീ ടെംപ്ലേറ്റ്സ് ഉണ്ട്. ജസ്റ്റ് ലിങ്ക്ഡിൻ വാൾപേപ്പർ അല്ലെങ്കിൽ ലിങ്ക്ഡിൻ ബാനർ എന്നൊക്കെ കൊടുക്കുക, നല്ല ഡിസൈൻസ് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഹിയർ മീ ഔട്ട് ഫ്രീലാൻസേഴ്സ്, ഒരുപാട് ആൾക്കാർ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് പേരും അവരുടെ റോളും അതിനകത്ത് എഴുതിയേക്കുക എന്നുള്ളത്. അത് ഒരുപാട് ക്യാൻവ ടെംപ്ലേറ്റ്സിൽ ഓൾറെഡി അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. സോ അതിനകത്ത് ജസ്റ്റ് നെയിമും അവരുടെ റോളും എഡിറ്റ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ ഇടാറുണ്ട്. ദിസ് ഇസ് റോങ് ഗൈസ്. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ പേര് കൊടുക്കുന്നുണ്ട്. പേരിൻ്റെ താഴെ ഹെഡ്ലൈനിൽ നിങ്ങൾ എന്താണെന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അബൌട്ട് സെക്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അവിടെ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ എഴുതി സ്പേസ് വേസ്റ്റ് ചെയ്യരുത്. മാക്സിമം നിങ്ങൾ ക്ലയൻസിനെ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ വേണം അവിടെ കൊടുക്കാൻ. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് വരാം. അടുത്തതാണ് ഹെഡ്ലൈൻ. ഹെഡ്ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ പേരിന് താഴെ വരുന്ന ഈ ഒരു 3 ലൈൻസ് ആണ് ഹെഡ്ലൈൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ സൈഡിലൊരു പെൻസിലിൻ്റെ ബട്ടൺ ഉണ്ട്. ഈ പെൻസിലിൻ്റെ ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെയാണ് നമുക്ക് ഹെഡ്ലൈൻ കൊടുക്കാൻ പറ്റുന്നത്. നമുക്ക് ഹെഡ്ലൈൻ കൊടുക്കാൻ 220 ക്യാരക്ടേഴ്സേ നമുക്ക് ആകെ ഹെഡ്ലൈൻ കൊടുക്കാനുള്ളൂ. അപ്പോൾ ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. ഇനി എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈറ്റിൽ കൊടുക്കാം, എന്താണ് നിങ്ങളുടെ റോളിൻ്റെ പേര് എന്നുള്ളത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് റോളിനാണോ സീക്ക് ചെയ്യുന്നത് ആ ഒരു റോളിൻ്റെ പേര് കൊടുക്കാം. പിന്നെ നിങ്ങൾ ആർക്കാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, എന്ത് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇപ്പോൾ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാനൊരു പേഴ്സണൽ ബ്രാൻഡിങ് സ്ട്രാറ്റജിസ്റ്റാണ് ഫോർ B2B ഫൗണ്ടേഴ്സ്. അപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ഹെൽപ്പിംഗ് B2B ഫൗണ്ടേഴ്സ്, CEOs ആൻഡ് കോച്ചസ് ബ്ലാ 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 കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ടൈറ്റിൽ പേഴ്സണൽ ബ്രാൻഡിങ് സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വേറൊരാളുടെ പ്രൊഫൈൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സൈഡിലൊക്കെ നമ്മൾ വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇപ്പോൾ എൻ്റെ ഈ സൈഡിൽ മോർ പ്രൊഫൈൽസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവരുടെയൊക്കെ പ്രൊഫൈലിൽ കാണുമ്പോൾ നമുക്ക് അവരുടെ ഹെഡ്ലൈൻസിൻ്റെ ആദ്യത്തെ കുറച്ച് ക്യാരക്ടേഴ്സാണ് നമ്മൾ കാണുക, അല്ലേ? അത് ഹെഡ്ലൈനിൻ്റെ ആദ്യത്തെ കുറച്ച് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് എല്ലായിടത്തും വിസിബിളാണ്. ഇപ്പോൾ നിങ്ങൾ കണക്ഷൻ റിക്വസ്റ്റ് ഒരാൾക്ക് അയക്കുകയാണെങ്കിലും കമൻറ്റ് ചെയ്യുകയാണെങ്കിലും എല്ലായിടത്തും വിസിബിളാണ്. സോ ആദ്യത്തെ ഒരു 30 to 40 ക്യാരക്ടേഴ്സ് വളരെയധികം ക്രൂഷ്യൽ ആയിട്ടുള്ള ാണ്. സോ അവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അത് തന്നെ അവിടെ കൊടുക്കുക. ഇനി അതിൻ്റെ താഴെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലൊക്കേഷൻ നിങ്ങൾക്ക് ഏത് ലൊക്കേഷൻ വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ നിങ്ങൾ ജോബൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ഇപ്പോൾ നിങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് നിന്നുള്ള ജോബ് മാത്രം മതി എന്നാണെങ്കിൽ യു ക്യാൻ സേവ് ദ ലൊക്കേഷൻ ആസ് ട്രിവാൻഡ്രം, അങ്ങനെ കൊടുക്കാം. ഇനി നെക്സ്റ്റ് തന്നെ അടുത്തത് കാണുന്നത് ഓപ്പൺ ടു എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ സപ്പോസ് യു ആർ ഓപ്പൺ ടു എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് 2 കാര്യങ്ങൾ കൊടുക്കാം, ഹയറിങ്ങും ഫൈൻഡ് എ ജോബും. സോ നമ്മൾ ഒരുപാട് ആൾക്കാരുടെ പ്രൊഫൈൽ പിക്ചറിൽ കണ്ടിട്ടുണ്ടാവും, ഒരു ബാഡ്ജ് കൊടുത്തിട്ടുണ്ടാവും, അല്ലേ, ഓപ്പൺ ടു വർക്ക് അല്ലെങ്കിൽ ഹയറിംഗ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിൽ തന്നെ നിങ്ങൾക്ക് പല രീതിയിലുള്ള സെറ്റിങ്സ് കൊടുക്കാം. നിങ്ങൾക്ക് എന്താണ്, ഹൈബ്രിഡ് ആണോ, ഓൺ സൈറ്റ് ആണോ, റിമോട്ട് ആണോ നിങ്ങൾ നോക്കുന്നത് എന്നുള്ളത് കൊടുക്കാം, ലൊക്കേഷൻസ് കൊടുക്കാം, പിന്നെ സ്റ്റാർട്ട് ഡേറ്റ്, ഫുൾ ടൈം, എന്താണ് എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് കൊടുക്കാം. പിന്നെ ഇവിടെ വിസിബിലിറ്റിയുടെ ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് റിക്രൂട്ടേഴ്സ് മാത്രം ഈ ഒരു ബാഡ്ജ് കണ്ടാൽ മതി എന്നുള്ളതുണ്ട്. അതുപോലെ എല്ലാ ആൾക്കാർക്കും ഈ ഒരു ബാഡ്ജ് കാണാം എന്നുള്ള രീതിയിലുള്ള ഒരു സെറ്റിങ്സും ഉണ്ട്. നിങ്ങൾക്കതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇനി അടുത്തതാണ് എബൌട്ട് എന്ന് പറയുന്നത്. എബൌട്ട് ഞാനിവിടെ കൊടുത്തേക്കുന്നത് വളരെ സ്ട്രക്ചർഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ്. നിങ്ങൾക്കിത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. കൂടുതൽ ആൾക്കാരും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് തേർഡ് പേഴ്സണിൽ എഴുതും. അതായത് ഇപ്പോൾ എൻ്റെ പ്രൊഫൈലാണെങ്കിൽ ഞാൻ തന്നെ ഇങ്ങനെ അബൌട്ട് സെക്ഷനിൽ എഴുതുകയാണ്, അശ്വതി ഉഷസ് ഈസ് എ പേഴ്സണൽ ബ്രാൻഡിങ് സ്ട്രാറ്റജി, ഷീ ഹാസ് ഡൺ ദാറ്റ്. സി ദാറ്റ്സ് വെരി റോങ്. ഇത് നമ്മുടെ പ്രൊഫൈലാണ്, നമ്മളെക്കുറിച്ച് പറയുന്നതാണ്. സോ ഒരിക്കലും ഒരു തേർഡ് പേഴ്സണിൽ പറയരുത്. ഐ എന്നുള്ള രീതിയിൽ തന്നെ പറയാം. ഞാൻ എന്നെക്കുറിച്ച് സംസാരിക്കുകയാണ്. സോ ഞാൻ പറയുന്നതായിട്ട് തന്നെ പറയാം. പിന്നെ വേറൊരു മിസ്റ്റേക്കാണ് കൂടുതൽ പേരും ചെയ്യുന്നത്, ChatGPT നിന്ന് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് എന്തെങ്കിലും ChatGPT-നോട് കുറച്ച് ഇൻപുട്സ്, നമ്മളെക്കുറിച്ചുള്ള പ്രൊഫഷണൽ ഇൻപുട്സ് കുറച്ച് കൊടുത്തിട്ട് ഒരു അബൌട്ട് സെക്ഷൻ ജനറേറ്റ് ചെയ്ത് തരാൻ പറയും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഓൾറെഡി ഇത് ചെയ്യുന്നത് കൊണ്ട് എല്ലാവരുടെയും സമ്മറി സെയിം പോലെ ഉണ്ടാവും. അവിടെ ഇവിടെ കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അത് മാത്രം എപ്പോഴും ChatGPT-നോട് ഒരു സ്കെലറ്റൻ തരാനായിട്ട് പറയാം, ബട്ട് നല്ല രീതിയിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യുക. ആൻഡ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ചെറിയ രീതിയിൽ നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്റ്റോറി പറയുക, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി,
ഈ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ എങ്ങനെ എത്തി, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഇൻഡസ്ട്രി ഇഷ്ടമാണ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ഈ ഒരു കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഗോസ് എ ലോങ് വേ. കോറായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ച് റിസൾട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജനറേറ്റ് ചെയ്തതൊക്കെ നിങ്ങൾക്കൊന്ന് ഷോ ഓഫ് ചെയ്യാം അവിടെ. CT എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൾ ടു ആക്ഷൻ. എന്താണ് ഓഡിയൻസ് അടുത്ത് ചെയ്യേണ്ട ഒരു ആക്ഷൻ, അതായത് നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ DM ആണോ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് മെയിൽ അയക്കുകയാണോ ചെയ്യേണ്ടത്, എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊരു CTയും കൂടെ ലാസ്റ്റ് കൊടുക്കുക. ഇനി നാവിഗേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് നിങ്ങൾ ആഡ് പ്രൊഫൈൽ സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് നമുക്കിപ്പോൾ 3 മെയിൻ സെക്ഷൻസ് ആണുള്ളത്: കോർ, റെക്കമെൻഡഡ്, അഡീഷണൽ. ഇതിൽ ഓരോന്നിലും പോയിട്ട് ഓരോ കോളംസും ഫില്ലാണോ എന്നുള്ളത് നോക്കുക. ഓരോന്നായിട്ട് ഫില്ല് ചെയ്ത് വരിക. ആദ്യം നമുക്ക് എഡ്യൂക്കേഷൻ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് സ്കൂൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. നിങ്ങൾ ഏത് സ്കൂളാണ് അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് എഴുതാം. ഡിഗ്രി, ഇപ്പോൾ നിങ്ങൾ BTech ആണോ BSc ആണോ എന്നുള്ള ആ ഡിഗ്രി കൊടുക്കുക. ഫീൽഡ് ഓഫ് സ്റ്റഡി, ഏത് ബ്രാഞ്ചാണ്, ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നുള്ളത് എടുക്കാം. ദെൻ സ്റ്റാർട്ട് ഡേറ്റ്, മന്ത്, എൻഡ് ഡേറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇനി അടുത്തത് പൊസിഷനാണ്. പൊസിഷനിൽ വരുമ്പോൾ, അതായത് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജോലിയാണ്, അതായത് നിങ്ങൾ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾ എന്ത് എക്സ്പീരിയൻസ് ആണ്, ഇപ്പോൾ ആദ്യം തന്നെ ടൈറ്റിൽ എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾ കൊടുക്കുക. അത് കഴിഞ്ഞ് എംപ്ലോയ്മെൻറ്റ് ടൈപ്പ്, നിങ്ങൾ ഫുൾ ടൈം ആയിരുന്നോ പാർട്ട് ടൈം ആയിരുന്നോ സെൽഫ് എംപ്ലോയിഡ് ആയിരുന്നോ എന്നുള്ള ആ ഒരു ഡീറ്റെയിൽസ് കൊടുക്കുക. കമ്പനി നെയിം കമ്പൽസറി ആണ്, അത് കൊടുക്കുക. ലൊക്കേഷൻ കൊടുക്കുക. ലൊക്കേഷൻ ടൈപ്പ് അതെങ്ങനെയായിരുന്നു, ഓൺ സൈറ്റ് ആയിരുന്നോ, ജോബ് ഹൈബ്രിഡ് ആയിരുന്നോ എന്നൊക്കെയുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ എഡ്യൂക്കേഷനിലുള്ളതുപോലെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കാൻ പറ്റും. ഇവിടെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ എന്തായാലും കൊടുക്കുക. എന്തൊക്കെ നിങ്ങൾ ചെയ്തു, എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തു, എന്തൊക്കെയാണ് നിങ്ങളുടെ റിസൾട്ട്സ്, എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, ആ ഒരു പെർട്ടിക്കുലർ ജോബിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ പഠിച്ചു, എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ റൂൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയായിരുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. അടുത്തതാണ് നിങ്ങളുടെ സർവീസസ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഫ്രീലാൻസേഴ്സ്. നിങ്ങൾ ഫ്രീലാൻസർ ആണെങ്കിൽ ഒരുപാട് ആൾക്കാർ വിട്ടുപോകുന്നതാണ് സർവീസ് പേജ്. എന്തൊക്കെ സർവീസസ് ആണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളത് കൊടുക്കുക. ഇവിടെ ആഡ് സർവീസസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഓൾറെഡി ഉള്ള എല്ലാ സർവീസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ മാർക്കറ്റിങ്ങിൽ തന്നെ അഡ്വർടൈസിങ്, ബ്ലോഗിങ്, ബ്രാൻഡ് മാർക്കറ്റിംഗ്, കോൺ മാർക്കറ്റിംഗ് എല്ലാ സർവീസസും ഉണ്ട്. ഈ സർവീസസിൽ ഏതൊക്കെയാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ എന്തായാലും കൊടുക്കുക. 10 സർവീസസ് ആണ് നമുക്ക് കൊടുക്കാൻ ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ സർവീസസ് ആഡ് ചെയ്യാം. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്കിൽസിലാണ് എല്ലാം ഇരിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡസ്ട്രി, നിങ്ങളുടെ റോളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്കിൽസും നിങ്ങൾ കൊടുക്കുക. ബിക്കോസ് എല്ലാ സ്കിൽസും കീവേഡ്സ് ആണ്. ഈ കീവേഡ്സ് ആണ് നമ്മൾ ഹയർ റാങ്കിങ്സിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സോ സ്കിൽസ് എന്തായാലും കൊടുക്കുക. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കീവേഡ്സും നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ കുറച്ച് സോഫ്റ്റ് സ്കിൽസ് കൂടെ കൊടുക്കുക. സോഫ്റ്റ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, പിന്നെ ടീം വർക്ക്, ലീഡർഷിപ്പ്, അങ്ങനത്തെയുള്ള സ്കിൽസാണ് സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ സോഫ്റ്റ് സ്കിൽസും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തേക്കുക. അടുത്ത മെയിൻ സെക്ഷനാണ് നമുക്ക് റെക്കമെൻഡഡ്. ഈ റെക്കമെൻഡഡിൽ ലിങ്ക്ഡിൻ തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന സെക്ഷൻസ് ആണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ കോർ ആയിട്ടുള്ള 2 കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫീച്ചേർഡ് സെക്ഷൻ ആദ്യത്തതും പിന്നെ അവസാനത്തെ ഈ ആഡ് റെക്കമെൻഡേഷൻസും. ഇത് രണ്ടും റെക്കമെൻഡഡ് അല്ല, മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആദ്യം നമുക്ക് ഫീച്ചേർഡ് സെക്ഷൻ എന്താണെന്ന് നോക്കാം. സോ ബേസിക്കലി ഫീച്ചേർഡ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ താഴോട്ട് പോകുമ്പോൾ സർവീസസിൻ്റെ താഴെ നമുക്ക് ഇവിടെ ഒരു ഫീച്ചേർഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് അറിയാം എന്തൊക്കെയാണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഫീച്ചേർഡ് സെക്ഷനിൽ പോസ്റ്റ് ആഡ് ചെയ്യാം, ന്യൂസ് ലെറ്റർ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ലിങ്ക്, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ്, ആർട്ടിക്കിൾസ്, വെബ്സൈറ്റ്സ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം, മീഡിയ, എന്തെങ്കിലും പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ എന്താണ് ഈ ഫീച്ചർ എന്ന് പറയുന്നത്? നമ്മൾ ഒരാൾ നമ്മുടെ പേജ് വിസിറ്റ് ചെയ്യുന്നു, എല്ലാ പോസ്റ്റുകളും ചിലപ്പോൾ ഒരാൾക്ക് വായിച്ചു നോക്കാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് അവർ വായിക്കേണ്ട പോസ്റ്റുകൾ അല്ലെങ്കിൽ അവർ കാണേണ്ട എന്തെങ്കിലും പെർട്ടിക്കുലർ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കത് പിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റഗ്രാമിലുള്ള പിൻഡ് ഓപ്ഷനില്ലേ, നമുക്ക് 3 പോസ്റ്റുകൾ പിൻ ചെയ്യാൻ പറ്റും ഇൻസ്റ്റഗ്രാമിൽ. അതേപോലെ തന്നെയാണ് ഇവിടെ ഫീച്ചേർഡും വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ജോബ് സീക്കേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ റെസ്യൂമി, CV അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ്, നിങ്ങളുടെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ എക്സാമ്പിൾ പറയാം. ഞാനിവിടെ കൊടുത്തേക്കുന്നത് ഒരു പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ 2 ലിങ്കും കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ 2 ലിങ്കും ഏകദേശം എപ്പോഴും എൻ്റെ ഫീച്ചേർഡ് സെക്ഷനിലുണ്ടാവും. ഒന്ന് ഞാനുമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക്സും, രണ്ടാമത്തത് എൻ്റെ കൺസൾട്ടേഷൻ കോളിൻ്റെ ലിങ്കുമാണ്. ഇത് രണ്ടും എപ്പോഴും എൻ്റെ ഫീച്ചേർഡിലുണ്ടാവും. പിന്നുള്ളത് പോസ്റ്റാണ്. ഈ പോസ്റ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടേയിരിക്കും. ഇനി അടുത്തത് ലൈസൻസ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ്, പ്രൊജക്ട്സ്, കോഴ്സസ്. ഇത് 3ഉം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ വരും. അടുത്തതായിട്ട് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് റെക്കമെൻഡേഷൻസ്. എങ്ങനെ ഇത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ റെക്കമെൻഡേഷൻ ഓപ്പൺ ചെയ്യുക. ഹൂ ഡു യു വാണ്ട് ടു ആസ്ക് അല്ല നമ്മൾ റെക്കമെൻഡേഷൻ ചോദിക്കേണ്ടതെന്നുള്ള നമുക്ക് ഇവിടെ ജസ്റ്റ് ആളുടെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ദ ഓൺലി റൂൾ ഇസ് ദാറ്റ് ആ ആൾ നിങ്ങളുടെ കണക്ഷനിലുള്ള ആളായിരിക്കണം. സോ ഞാനിപ്പോൾ ഒരാളുടെ
പേര് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അമൽ, ഞാൻ അമലിന് നേരത്തെ അയച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, സോ അമലിനെ കൊടുത്തു, കണ്ടിന്യൂ കൊടുത്തു. കണ്ടിന്യൂ ഒന്ന് കൊടുക്കുമ്പോൾ അവർ ഓൾറെഡി ചോദിക്കുന്നുണ്ട് എന്താണ് അമലുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. സോ ഇപ്പം നമ്മൾ സീനിയേഴ്സ് ആയിരുന്നോ, എൻ്റെ ക്ലയൻറ്റ് ആയിരുന്നോ, അതോ നമ്മൾ വേറെ ഗ്രൂപ്പിലായിരുന്നോ, എല്ലാ പോസിബിൾ റിലേഷൻഷിപ്സും കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. ജസ്റ്റ് സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ആളുടെ DMസിൽ കറക്റ്റായിട്ട് ഈ ഒരു റെക്കമെൻഡേഷൻ റിക്വസ്റ്റ് പോയിക്കോളും. എന്നിട്ട് ആൾ എനിക്കൊരു റിക്വസ്റ്റ് എഴുതി അയക്കണം. ഇപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു റെക്കമെൻഡേഷൻ വരുന്നത് എന്നുള്ളത്. ഒരാൾ എനിക്കിപ്പോൾ റെക്കമെൻഡേഷൻ അയക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ എനിക്ക് ഡയറക്റ്റ്ലി DMൽ തന്നെ ആ ഒരു റെക്കമെൻഡേഷൻ അയച്ചു എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും. എനിക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ എനിക്കിവിടെ കാണാം എനിക്ക് അയച്ച റെക്കമെൻഡേഷൻ. ഇനി ഈ റെക്കമെൻഡേഷൻ്റെ അടുത്ത് തന്നെ എനിക്കിവിടെ ഓൺ അല്ലെങ്കിൽ ഓഫ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. സോ ഇതിനകത്ത് ഓൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റെക്കമെൻഡേഷൻ എൻ്റെ പ്രൊഫൈലിൽ വിസിബിൾ ആയിരിക്കും, എല്ലാവർക്കും കാണാൻ പറ്റും, റെക്കമെൻഡേഷൻസ് ടാബിൽ ഉണ്ടാവും. ഓഫ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് ഹൈഡ് ആയിരിക്കും. സോ അത് എപ്പോഴും ഓൺ ആക്കി ഇടുക. അപ്പോൾ ഇനി റെക്കമെൻഡേഷൻസ് എവിടെയാണ് ഇരിക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം. അതാ നമ്മുടെ ഈ ഏറ്റവും താഴെ നമ്മൾ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഈ സ്കിൽസിൻ്റെ താഴെയായിട്ടാണ് റെക്കമെൻഡേഷൻ ഉണ്ടാവുക. ഇതിനകത്ത് റിസീവ്ഡ് എന്നുള്ളൊരു ടാബും ഉണ്ടാവും, ഗിവൺ എന്നുള്ളൊരു ടാബും ഉണ്ടാവും. അപ്പോൾ റിസീവ്ഡിൽ എനിക്ക് ഇങ്ങോട്ട് റിസീവ് ചെയ്ത റെക്കമെൻഡേഷൻസ് ആയിരിക്കും, ഗിവണിലുള്ള സ്ഥലത്ത് ഞാൻ അങ്ങോട്ട് കൊടുത്ത റെക്കമെൻഡേഷൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അടുത്ത സെക്ഷൻ എന്നുള്ളത് അഡീഷണലാണ്. അഡീഷണലിൽ നമുക്ക് നോക്കാം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഇത് ഒപ്റ്റിമൈസേഷനെ ഡയറക്റ്റ്ലി എഫക്ട് ചെയ്യുന്നൊന്നുമില്ല, പക്ഷേ ഇത് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ വെൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുണ്ട്. ഇതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഒപ്റ്റിമൈസേഷൻ ആണ്. കൂടുതൽ ആൾക്കാരും ജസ്റ്റ് എഡ്യൂക്കേഷൻ, വർക്ക്, എബൌട്ട് സെക്ഷൻ ഇതോടെ നിർത്തും, പിന്നീട് അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല. ബട്ട് ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ, നിങ്ങൾ കൂടുതൽ സ്പെസിഫിക് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും നല്ലതാണ്. കൂടുതൽ ഹയർ റാങ്കിങ്സിലേക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പോകും. എസ്പെഷ്യലി നിങ്ങളൊരു സർവീസ് പ്രൊവൈഡറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആണത്. എന്തെങ്കിലും ഒപ്റ്റിമൈസേഷനെ കുറിച്ചുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻസിൽ ചോദിക്കാൻ ഞാൻ എന്തായാലും റിപ്ലൈ തരും. ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ എല്ലാവരും ഓടിച്ചെന്ന് നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ നന്നായിട്ട് ഒപ്റ്റിമൈസ് ചെയ്ത് വെൽ സ്ട്രക്ചർഡ് ആക്കി റെഡി ആക്കി വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. റിലാക്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.